15 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 62,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് 62,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വരുന്ന ഓൾട്ടോ LXi ആണ്. സിംഗിൾ ഓണർഷിപ്പ് 37,000 കിലോമീറ്റർ VXi വേരിയന്റ്. 13 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് 82,000 കിലോമീറ്റർ. 13 സിംഗിൾ ഓണർഷിപ്പ് 82,000 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഓക്കെ. വണ്ടി 2009 മോഡലാണ്. നമ്മളെ TDC ആണ്. TDC എഞ്ചിനാണ്. ഡീസൽ വണ്ടി. ഇത് വാഹനം 2004 വണ്ടി സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ OLXലാണ്. അപ്പം OLXൽ നമ്മൾ അത്യാവശ്യം ബഡ്ജറ്റുകാർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ലോ ബഡ്ജറ്റ് വണ്ടികളെല്ലാം പോയല്ലോ. തീർച്ചയായിട്ടും ലോ കിലോമീറ്റർ വണ്ടികൾ 3000 കിലോമീറ്റർ ഓടിയതും 70 കിലോമീറ്റർ ഓടിയും അതെല്ലാം പോയി. പക്ഷെ അതൊക്കെ എങ്ങനെ ഹിസ്റ്ററി നോക്കിയിട്ടാണ് അവർക്ക് വന്ന കാർ. എന്നാലും നമ്മൾ തന്നെ പറഞ്ഞു അവർ കൺഫർമേഷൻ ഹിസ്റ്ററി ഉൾപ്പെടെ എല്ലാം നോക്കിയ ശേഷം മാത്രം അവർ കമ്പനി എല്ലാം അതിന് ശേഷം എടുത്തത് വണ്ടിയെല്ലാം പോയിട്ടുണ്ട്. അപ്പം ഇവിടെ വണ്ടികൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ചെറിയൊരു മോഡൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ വലിയ വേരിയേഷൻ ഉണ്ടെങ്കിലും അത് വണ്ടി ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. പിന്നെ അത് പോയിട്ട് പ്രൈസ് നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ. മോഡൽ മാത്രം നോക്കാതെ വന്ന് ജസ്റ്റ് വണ്ടി നോക്കുക. എല്ലാ ഷോറും നമ്മളെ വീഡിയോ പറയുന്നതാണ്. വില ആൾക്കാരെ വിളിക്കുന്നതിന് ഉപരി വന്ന് നോക്കിയിട്ട് അവർ പറയുന്നതായിരിക്കും ബെറ്റർ. വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് എല്ലായിടത്തും വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം പോലെ 2011 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ പറയാം. തിരുവനന്തപുരം അമരവിള താന്നിമൂടാണ്. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ റോജുമ്പോൾ ഫസ്റ്റ് വണ്ടി ഓൾട്ടോ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2015 മോഡലാണ്. 15 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 62,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് 62,000 കിലോമീറ്റർ. ഏതാ? സിംഗിൾ ഓണർഷിപ്പ് 62,000 കിലോമീറ്റർ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു പവർ വിൻഡോ, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ബാക്ക് റിയർ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. LXi വേരിയന്റ് അല്ലേ? സത്യം പറഞ്ഞാൽ VXi ആണ്. ഇപ്പം സ്പോയിലർ ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടൂഡർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്. ഒരു കെൻബോർഡിന്റെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. അതെ. വേറെ ഡോർ അടയ്ക്കുമ്പോൾ നമുക്ക് സൗണ്ട്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം വർക്കിംഗ് ആണല്ലോ. അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? നമുക്കൊരു 228 ആ റേഞ്ചിൽ കൊടുക്കാം. 228 ഫുൾ ലോൺ കയറും. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് 64,000 കിലോമീറ്റർ. 62,000 കിലോമീറ്റർ. ഇത് വണ്ടി 2009 മോഡലാണ്. നമ്മളെ TDC ആണ്. TDC എഞ്ചിനാണ്. ഡീസൽ വണ്ടി. 29 പേപ്പർ ഉണ്ടല്ലേ? 29 പേപ്പർ ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയർ കണ്ടീഷൻ 80% ടയർ ഉണ്ട്. 80 അല്ല, 90% ഉണ്ട്. 4 ടയർ സെയിം തന്നെ. ശരിയാണ്. 90% ഉണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. പക്ക നല്ല ക്വാളിറ്റി. AC പവർ സ്റ്റിയറിംഗ്, 4 പൗണ്ട്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ്. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി? കിലോമീറ്റർ 140 സംതിങ് 50 സംതിങ് എന്തോ ആണ് കിലോമീറ്റർ. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് ആണല്ലേ? എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണോ? പക്ക. സൂപ്പർ വണ്ടി. എഞ്ചിനെല്ലാം പക്ക. ഓട്ടിക്കാൻ പക്ക. നല്ല 20-24 മൈലേജ് ഉണ്ട്. മൈലേജ് കിട്ടും. വേറെ ഇഞ്ചക്ട് അടിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇഞ്ചക്ട് അടിയ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പക്ക. വന്ന് നോക്കി ഒന്നും പറയില്ല. ഇഷ്ടപ്പെടും. ഒരു പാച്ച് വർക്ക് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാൻ വേണ്ടി? 98 രൂപ കൊടുക്കാം. 98 രൂപ. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി നമ്മളെ കൊറോളയാണ്. ഇത് വാഹനം 2004 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1,15,000 കിലോമീറ്റർ പെട്രോൾ വാഹനം. നല്ല ക്വാളിറ്റി വണ്ടി. മാനുവൽ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. കുഴപ്പമില്ല. നല്ല ടയർ. ഒന്നുമില്ല. പക്ഷേ ബോഡിയൊക്കെ നീറ്റ് ആണല്ലേ? ഡെന്റ് സ്ക്രാച്ചസ് ഒന്നുമില്ല. ഇല്ല. ഓക്കെ. ക്ലീൻ കണ്ടീഷൻ. 1.8 ലിറ്റർ അല്ലേ? 1.8 ഒരു സ്പെഷ്യൽ എഡിഷൻ. അത് മറ്റേ ഈ ലോഗോ ഒക്കെ നമുക്കൊരു ഗോൾഡൻ ഷീൽഡ്, ഗോൾഡൻ കളറിൽ വരുന്നല്ലേ? ഓക്കെ. ഇന്ത്യ വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. അതിന്റെ ഒറിജിനൽ പക്ക അന്നത്തെ ലെതർ സീറ്റാണ്. എയർ ബാഗ് എല്ലാം ഉണ്ട്. ഓട്ടോമാറ്റിക് AC എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം വർക്കിംഗ്. എയർ ബാഗ്, മിറർ അഡ്ജസ്റ്റബിൾ, ഫോൾഡബിൾ എല്ലാം വർക്കിംഗ് ആണ്. ഫുൾ ഫീച്ചർ ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ പക്ക വണ്ടി. ധൈര്യമായിട്ട് ഉണ്ടാവും. നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര കൊടുക്കാം നമുക്ക്? ഫൈനലി 195 റേഞ്ചിന് കൊടുക്കാം. 195. അപ്പോൾ അടുത്ത വേണ്ടി ഓൾട്ടോ കേട്ടൻ. ഈ വാഹനം 2011 മോഡലാണ്. 11 ഓൾട്ടോ കേട്ടനാണ്. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഓക്കെ. 2011 വണ്ടി അല്ലേ? 11 വണ്ടി. അപ്പോൾ 26 ടെസ്റ്റ് വരുന്നുണ്ട്. 26 ടെസ്റ്റ് വരും. ടയർ 4 കൊള്ളാം അല്ലേ? ടയർ 4. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ്. ഓക്കെ. പക്ഷേ വേറെ സ്ക്രാച്ചസ് ഒന്നും ഇല്ല. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി ആണോ അതോ എങ്ങനെയാണ്? ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള അല്ല. വേറെ ഫ്രണ്ടിൽ വേറെ ഒന്നും മാറിയിട്ടില്ല. ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. സീറ്റ് ഉണ്ട്. ആവറേജ് ക്വാളിറ്റിയാണ്. സ്റ്റീരിയോ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് അല്ലേ?
AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ, എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കുക വണ്ടി? നമുക്ക് ഫൈനൽ മാക്സിമം പ്രൈസ് ആണ്, നെഗോഷ്യബിൾ. മാക്സിമം ഒരു ഫൈനൽ 1.35 കൊടുക്കാം. 1.35 കൊടുക്കാം. 38, 1,38,000 ഫൈനൽ കൊടുക്കാം. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആണല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അപ്പോൾ അടുത്തത് ഷവർലെ സ്പാർക്ക്. ഈ വാഹനം 2009 മോഡലാണ്. 2029 പേപ്പറുണ്ട്. 92,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 29 പേപ്പറുണ്ട്. 29 പേപ്പറുണ്ട്. 4 വർഷം പേപ്പറുണ്ട്. 4 വർഷം പേപ്പറുണ്ട്. ടയർ കണ്ടീഷൻ കൊള്ളാം. ഒരു 70-80 ടയർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. AC പവർ സ്റ്റിയറിംഗ്, പവറിൻ്റെ വരുന്ന വേരിയൻ്റാണ്. ഓക്കെ, വണ്ടി വേറെ സ്ക്രാച്ച് ആയിട്ടൊന്നും ഇല്ലല്ലേ? അല്ല, സ്ക്രാച്ച് തന്നെ. വണ്ടി വൃത്തിയുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ ഉണ്ടോ? കുഴപ്പമില്ല, കൊള്ളാം. ഇന്റീരിയർ സീറ്റ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ചെറിയ കീറിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 2 ഡോർ 4 AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. ഓക്കെ, അല്ല AC എല്ലാം വർക്കിംഗ് ആണോ? AC എല്ലാം വർക്കിംഗ് ആണ്. റോജിൻ ബ്രോ എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? പലമുറി 79 കൊടുക്കാം. ഈ വാഹനം 2016 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 41,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളത്. 41,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ്. ഓക്കെ, 16 വണ്ടി അല്ലേ? 16 വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. VXI വേരിയന്റ്, നല്ല ക്വാളിറ്റി വണ്ടി, നല്ല ഫാമിലി യൂസ്ഡ് വണ്ടി. ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഓക്കെ, മേജർ എൻ്റെ ഒന്നും ഇല്ലല്ലേ? ആ ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അത് കുഞ്ഞുങ്ങളുള്ള വീടാണ്. അങ്ങനെ അവർ ഇന്ത്യ നോക്കുമ്പോഴത്തേക്ക് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കമ്പനി മ്യൂസിക് സിസ്റ്റം, AC പവർ പവറുണ്ട്, സെൻട്രൽ ലോക്ക്, D4, ഫോഗ് ലാമ്പ്, റൈപ്പർ. ഓക്കെ, അത്യാവശ്യം. പിന്നെ ടയർ നല്ല ക്വാളിറ്റി ഉള്ള ടയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 3.75 പ്രതീക്ഷിക്കുന്നത്. ശരിയായിട്ട് അയച്ചു കൊടുക്കാം. ആവശ്യമുള്ളതാണ്. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് 3-3.5 റേഞ്ച് ഒക്കെ ചെയ്യാം. ടയർ കണ്ടീഷൻ ഒരു 80% ടയർ ഉണ്ട്. 80% മുകളുണ്ട്. അപ്പം അടുത്തത് സ്വിഫ്റ്റ് ഡിസയർ. ഈ വാഹനം 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 37,000 കിലോമീറ്റർ, VXI വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് 37,000 കിലോമീറ്റർ. 37,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ടല്ലേ? ഓക്കെ, വേരിയന്റ് VXI. സ്ക്രാച്ചസ് ഒന്നുമില്ല. ജസ്റ്റ് പൊടി അടിച്ചിറക്കണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? AC പവർ വിൻഡോ, പിന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം, മിറർ അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം കമ്പനി മ്യൂസിക് എല്ലാം വരുന്നുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, AC, സിനിമ ഉണ്ടോന്നും വരില്ല. മിറർ ജസ്റ്റ് പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടല്ലേ? അലോയ്സ് വരില്ല. അപ്പോൾ സ്വിഫ്റ്റ് ഡിസയർ VXI 34,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. എത്ര കൊടുക്കാം? നമുക്ക് ഫൈനൽ 4.85 റേഞ്ചിന് കൊടുക്കാം. നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ. ചെറിയ ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്കൊരു 4,000 അടുപ്പിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വേണ്ടേ ഓൾട്ടോ 800. ഇത് വണ്ടി 2022 10ാം മാസം രജിസ്ട്രേഷൻ വരുന്ന വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പ്, 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് 9,000 കിലോമീറ്റർ, VXI വണ്ടിയാണ്. ഓക്കെ, കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ്. ഒരു റീപ്ലേസ്മെന്റ് ആക്സിസ്റ്റ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ, KL19 പാർസൽ സ്റ്റേഷൻ. ഓക്കെ, വണ്ടി നീറ്റാണ്, സ്ക്രാച്ച് ഒന്നുമില്ല. ആ തേയ്മാനം മാത്രമേ ഉള്ളൂ. 9 ഓടിയതിന്റെ അതെ. ഓക്കെ, ഇന്ത്യയുടെ നീറ്റ് നമ്മൾ ഒരു ആൻഡ്രോയിഡ് 9 ചെയ്തിട്ടുണ്ട്. നല്ലൊരു സീറ്റ്, പ്രീമിയം നല്ലൊരു സീറ്റ് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. അതുപോയിട്ട് അതിന്റെ സീറ്റ് പറഞ്ഞ അങ്ങനെ നിൽപ്പുണ്ടല്ലേ? പിന്നെ കമ്പനി സെൻട്രൽ ലോക്കാണ്. സെൻട്രൽ ലോക്കാണ്. ഓക്കെ, ഒറിജിനൽ സെൻട്രൽ ലോക്കാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. കമ്പനി 9,000 കിലോമീറ്റർ. സ്പെയർ സർവീസ് ഫീസ് എല്ലാ കാര്യങ്ങളുണ്ട്. എല്ലാ സാധനമുണ്ട്. എത്ര കൊടുക്കാം? നമുക്കൊരു 3.95 റേഞ്ചിൽ കൊടുക്കാം. 3.95. ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട് നില അയച്ചു കൊടുക്കാം. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? 3.5-3.70 ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വേണ്ടേ? ഇത് 2013 മോഡൽ സാൻഡ്രോ സിംഗ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ വേറെ? ഇല്ല, ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ. 2013 മോഡലാണ്. AC പവർ ഫ്രണ്ട് ഡോർ പവർ വിൻഡോ. ടയറൊക്കെ ഒരു 70% ടയറുണ്ട്. പക്ഷെ വണ്ടി വൃത്തിയുണ്ടല്ലേ? ഡൈൻഡോ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഓക്കെ, ഇത് എക്സോ ആണ് വരുന്നത് പറഞ്ഞപ്പോൾ? എക്സോ ആണ്. എക്സോ അല്ല, GLS ആണ്. എക്സോ ആണെങ്കിൽ ബാക്ക് വൈപ്പർ, ബാക്ക് പവർ വിൻഡോ വരും. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷെ വൃത്തിയുണ്ട്. സോണിന്റെ സ്റ്റീൽ ഇരിപ്പുണ്ട്. 2 ഡോർ പവറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്. പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട്. ഡോറൊക്കെ അടയ്ക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി മനസ്സിലാവും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമ്മൾ 2,05,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 2.5. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് 1.5 മോള് ഫിനാൻസ് കയറും. ഓക്കെ, അപ്പോൾ അടുത്ത ഓൾട്ടോ. ഈ വാഹനം 2011 ലാസ്റ്റ് ആണ്. 11 ലാസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഓൾട്ടോ LXI ആണ്. ഓക്കെ,
വേറെ ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്, ഇഷ്ടമുള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് ആണ്. ടയർ 4 പുതിയതുണ്ടല്ലേ? ടയർ 4 പുതിയതാണ്. LXi പോസ്റ്റിംഗ്. ഓക്കെ, വണ്ടി നീറ്റാണ്, സ്ക്രാച്ചസ് ഒന്നുമില്ല. ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? അല്ല, ആക്സിഡന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടി അല്ലേ? കണ്ടീഷൻ നല്ല ക്വാളിറ്റി ഉള്ള. ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നു. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ 68 ഉണ്ടാവും. മിറർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര കൊടുക്കാം വണ്ടി? നമ്മൾ 1.45 പ്രതീക്ഷിക്കുന്നത്. 1.45. അടുത്ത വർഷം എനിക്ക് 1.5 ലക്ഷത്തോളം പേപ്പറുണ്ട്. നെഗോഷ്യബിൾ ആണോ? ഫിനാൻസ് ഫിനാൻസ് 1 വർഷം തിരിച്ചു കൊടുക്കാം. ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി ഷെവർലെറ്റ് സെയിൽ. ഇത് പെട്രോൾ ആണ്. 2013 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 82,000 കിലോമീറ്റർ. 2013 സിംഗിൾ ഓണർഷിപ്പ്, 82,000 കിലോമീറ്റർ. ഈ സെയിൽക്ക് സ്പെയർ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? സ്പെയർ കിട്ടുന്നുണ്ടോ? സ്പെയർ പിന്നെ കോസ്റ്റ്ലി ആണ് കുറച്ച്, അതിനേക്കാളും അതേ ഉള്ളൂ. ആൾക്കാർ കുറച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിമില്ല, സ്പെയർ കിട്ടുന്നുണ്ട്. നോർമലി അപേക്ഷിച്ച് കോസ്റ്റ്ലി ആണ്, വില ഉണ്ട്, പൈസ കുറച്ച് വില കൂടുതലാണ്. അപ്പം ഷവർലെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം. നല്ല വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഫോട്ടോ പവറിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇന്ത്യയുടെ സീറ്റ് ഫാബ്രിക് ആണ്. ഫോട്ടോ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, നമ്മുടെ ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആക്സസ് അടികൊള്ളാം. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? നമുക്കൊരു 1.49 കൊടുക്കാം. ഫൈനൽ 1,49,000. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? എഞ്ചിനെല്ലാം പക്കയാണല്ലോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ വീഡിയോ അതിൻ്റെ പേരല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ കുറേ വണ്ടി സ്റ്റോക്ക് പുതിയ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കാണിച്ചിട്ട് ഒരുപാട് വണ്ടി കിടപ്പുണ്ടല്ലേ വേറെ? ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലം വീഡിയോ അതിൻ്റെ പേര്. ഓക്കെ, ശരി, അടുത്തൊരു വീഡിയോ കാണാം. ഹാപ്പി ഓണം.